അതുപോലെ തന്നെ അടിമപ്പാളയത്തിൽ അനേകരെ പലരും വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അവരവിടുന്ന് ലേലത്തിൽ വിളിച്ചുകൊണ്ട് പോകുന്നവരെ കൊണ്ടുപോയിട്ടുണ്ട് പലരുടെ ഭവനത്തിലേക്ക്. ഇവിടെ പൊത്തിപ്പേർ എന്ന് പറയുന്നൊരു മനുഷ്യൻ കൊണ്ടുപോകുന്ന യോസെപ്പിനെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഒരു വാക്ക് കിടക്കുക, യോസെപ്പിൻ്റെ കൂടെ യഹോവയായ ദൈവം ഉണ്ടായിരുന്നു. ഇന്ന് പകലിൽ ഓർത്തോണം, ഏത് സാഹചര്യത്തിന് എപ്പോൾ നിങ്ങൾ ഓർത്ത് പോയിക്കണം, പൊട്ടക്കിണറ്റിൽ വീഴുമ്പോഴും യഹോവയായ ദൈവം യോസെപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആമീൻ. അടിമപ്പാളയത്തിൽ വരുമ്പോഴും ആമീൻ ദൈവം ആമീൻ യോസെപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലേക്ക് ഇവൻ പോകുമ്പോഴും ദൈവം ഇവനോട് കൂടെ ഇരിപ്പുണ്ട്. ഇന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യഹോവ യോസെപ്പിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രയീമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസെഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പുറം വരെ മതി. അപ്പൊ യോസെഫ് ആരാൽ തള്ളപ്പെട്ടവനാ? സഹോദരന്മാരാൽ. ഞാനിത് കൊണ്ടുവരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണേ. സഹോദരന്മാരാൽ തള്ളപ്പെട്ടവനായി, സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ടവനായി, സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടവനായി യോസെഫ്. എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴും എല്ലാവരും തള്ളുമ്പോഴും യഹോവയായ ദൈവം അവനെ തള്ളിയിട്ടില്ല. ഇന്ന് പകലിൽ അറിയണം, മനുഷ്യൻ മുഴുവൻ നിന്നെ തള്ളിയാലും തള്ളാത്ത ഒരുവൻ നിന്നെ കൂടെ ഇരുന്നാൽ ആമീൻ. ഇന്ന് പകലത്ത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആര് നിന്നെ തള്ളിക്കളഞ്ഞാലും, ആര് നിന്നെ പരിഹസിച്ചാലും, അപ്പൻ നിന്നെ ഉപേക്ഷിച്ചാലും, അമ്മ നിന്നെ ഉപേക്ഷിച്ചാലും, സഹോദരന്മാരെ നിന്നെ ഉപേക്ഷിച്ചാലും, ഉപേക്ഷിക്കാത്ത ഒരുവൻ നിന്റെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞോ, നിന്റെ അടിസ്ഥാനത്തിൻ്റെ മുകളിൽ ദൈവം ചില പദ്ധതികളെ ചെയ്യുവാൻ തുടങ്ങും. ഇവിടെ നോക്കിക്കേ, ദൈവം ഇവൻ്റെ കൂടെ ഉണ്ടെന്ന്, ദൈവം ഇവന്റെ കൂടെ ഉണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാ. എങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തേ? പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ ഇവനെ കൊണ്ടുചെല്ലുന്നു, അടിമയായിട്ട് ഇവനെ കൊണ്ടുചെല്ലുന്നു. അതിന്റെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമീൻ മൂന്നാമത്തെ വാക്യം വായിക്കുന്നു. മൂന്നാമത്തെ വാക്യം, യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. ഇവൻ ചെയ്യുന്നതിനകത്ത് മുഴുവൻ ഒരു അനുഗ്രഹമുണ്ടെന്ന് അവിടുത്തെ യജമാനന് മനസ്സിലായി. ഇന്ന് പകലിൽ അകത്തൂടെ കടന്നു പൊക്കോണേ. ആ നാലാമത്തെ, അതുകൊണ്ട് യോസെഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കാൻ കാരണം ദൈവം യോസെപ്പിന്റെ കൂടെ ഉണ്ട്. നോക്കിക്കോണം, യോസെപ്പിന് പറയുവാനുള്ള ആരും അവിടെ ഇല്ല. യോസെപ്പിന് പറയാനുള്ള സഹോദരന്മാരെ പറയാനില്ല, അപ്പനെ പറയാനില്ല, അമ്മയെ പറയാനില്ല, ആരെയും പറയാനില്ല. പക്ഷെ യോസെപ്പിന് പറയുവാനുള്ള ഒരുവനെ കുറിച്ചുണ്ട്. എന്നോട് കൂടെ ഇരിക്കുന്ന എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. 2 ശൗമേലിലേക്ക് ദൈവം കൂടെ ഇരുന്നാൽ, നിങ്ങളുടെ കൂടെ ദൈവം ഇരുന്നാൽ ഒരു ബ്ലെസ്സിങ്ങിലേക്ക് നിങ്ങൾ മാറും. ദൈവം 2 ശൗമേൽ അതിൻ്റെ 6-ാം അധ്യായം, 2 ശൗമേൽ അതിൻ്റെ 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഇങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദ് അതിനെ ഗിത്യനായ ഓബേദ് എദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദ് എദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദ് എദോമിനെയും അവന്റെ കുടുംബത്തെയൊക്കെയും അനുഗ്രഹിച്ചു. ദൈവം ഒരു ഭവനത്തിന്റെ മേലോ ഒരു വ്യക്തിയുടെ മേലോ ദൈവം വസിക്കാൻ തുടങ്ങിയാൽ അവൻ അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. ഏറ്റവും അഭികാമ്യമായ കാര്യം ഞാൻ കൊണ്ടുവരുന്നത്, ദൈവം ഒരുവനോട് കൂടെ നടക്കാൻ തുടങ്ങിയാൽ, ദൈവം ഒരു ഭവനത്തോട് കൂടെ നിൽക്കാൻ തുടങ്ങിയാൽ ആ ഭവനം ദേശത്തിനൊരു അനുഗ്രഹമായി മാറും. ഇവിടെ നോക്കിയ പെട്ടകം കൊണ്ടുവന്ന് ഓബേദ് എദോമിനെയും അവൻ്റെ കുടുംബത്തെയും എന്ത് ചെയ്ത് കഴിഞ്ഞു? അനുഗ്രഹിച്ചു. 12-ാമത്തെ വാക്യം, ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദ് എദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിന്റെ പെട്ടകം
ഒബേദ് എദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. ദാവീദിന്റെ പട്ടണത്തിലേക്ക് പെട്ടകത്തെ കൊണ്ടുവരണമെന്ന് രാജാവ് തീരുമാനിക്കും. എന്തിനു വേണ്ടി? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവത്തിൻ്റെ പെട്ടകം പട്ടണത്തിൽ വന്നാൽ, തൻ്റെ ദേശത്ത് വന്നാൽ, ദേശം ഒരു അനുഗ്രഹമായി മാറും. ഇന്ന് ആത്മാവിനകത്ത് നിങ്ങൾ തിരിച്ചറിയണം, ദൈവം നിങ്ങളുടെ കൂടെ വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളൊരു അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും. അബ്രഹാമിലേക്ക് വരുമ്പോൾ അബ്രഹാം ഒരു അനുഗ്രഹമായി മാറുവാൻ കാരണം ദൈവം അബ്രഹാമിനോട് കൂടെ നിൽക്കാൻ തുടങ്ങി. യോസെപ്പിനെ നോക്കൂ, യോസെപ്പ് ഒരു അനുഗ്രഹമായി മാറുവാൻ തുടങ്ങിയ ദൈവം യോസെപ്പിന്റെ കൂടെ നിന്നതുകൊണ്ട് ഇവിടെ പറയുന്നു, ഏദോമിന്റെ ഭവനത്തെ അനുഗ്രഹിക്കുവാൻ കാരണം ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ വ്യാപരിച്ചതുകൊണ്ട്. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഈ മഹത്വം എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒരു അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം പറയണം, മനുഷ്യൻ നിന്നെ തള്ളിക്കളഞ്ഞാൽ തള്ളിക്കളയാത്ത ഒരു ദൈവത്തെ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചോ, നിന്റെ ചരിത്രത്തെ മാറ്റുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. ഏദോമിന്റെ ഭവനത്തിന് വ്യക്തമായ ഒരു അനുഗ്രഹത്തെ വന്നു കഴിഞ്ഞെന്ന് ദാവീദ് രാജാവിന് മനസ്സിലായി. 3 മാസക്കാലം ആ പെട്ടകം അവന്റെ ഭവനത്തിൽ സൂക്ഷിച്ചു വെച്ചപ്പോൾ അവനെയും അവനുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിച്ചെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോ ദാവീദ് ചെന്നിട്ട് അതിന്റെ അവസാനത്തെ വാക്യം 12ാമത്തെ വാക്യം പറയുന്നു, വായിച്ചു. ദൈവത്തിന്റെ പെട്ടകം നിമിത്തം യഹോവ ഒബേദ് എദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ ദാവീദ് പുറപ്പെട്ട് ദൈവത്തിന്റെ പെട്ടകം ഒബേദ് എദോമിന്റെ വീട്ടിൽ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷത്തോടെ കൊണ്ടുവന്നു. ഒന്ന് നിങ്ങളുടെ അകത്തറിയണം, ഒരു അനുഗ്രഹത്തെ കൊണ്ടെത്തിക്കുന്നതാണ്. ഒരനുഗ്രഹത്തെ ഞാൻ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്നതിൽ വീഴ്ചയില്ലാതെ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനകത്ത് വീഴ്ചയില്ലാതെ, പ്രാർത്ഥനയ്ക്കിരിക്കുന്നതിനകത്ത് വീഴ്ചയില്ലാതെ, ഉപവസിക്കാൻ തയ്യാറായിരിക്കുന്ന വീഴ്ചയില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവം നിന്നെ മാനിക്കണമെന്ന് വരികിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നീ ഉറപ്പിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ അകൃത്യങ്ങൾ മാറ്റണമെങ്കിൽ നിന്റെ നാവിനെയാണ് സൂക്ഷിക്കേണ്ടത്. നാവാണ് പാപത്തെ വിളിച്ചു വരുത്തുന്നതെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയാം, 2 വ്യക്തികളെ ഞാൻ കൊണ്ടുവന്നു. ഒന്ന്, ദാവീദ് പട്ടണത്തിലേക്ക് പെട്ടകം കൊണ്ടുവരുവാൻ കാരണമായി തീരുന്നത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. യോസെപ്പിനോട് കൂടെ ദൈവം നിൽക്കാൻ തുടങ്ങിയപ്പോൾ പൊത്തിപ്പേറിന്റെ ഭവനം അനുഗ്രഹമായി മാറി. അതുകൊണ്ടാണ് സങ്കീർത്തനം 23-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ 1-ാമത്തെ വാക്യം വരുന്നു, വായിക്കുന്നു. 23 സങ്കീർത്തനം 23-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ധൈര്യത്തോടെ പറയുന്നതിന്റെ കാരണം നിങ്ങളുടെ അകത്ത് മനസ്സിലാകുന്നുണ്ടോ? ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയൻ തന്നെ, എനിക്ക് ഒന്നിനും ഒരു മുട്ടുണ്ടാകില്ല. തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും ഒരു മുട്ടുണ്ടാകത്തില്ല. ഇന്ന് എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരിപ്പുണ്ടെങ്കിൽ എനിക്ക് അവൻ പുതുവഴികൾ ഒരുക്കുന്നവൻ തന്നെയാ. ഞാൻ എന്തിനെ കുറിച്ച് ഭാരപ്പെടുന്നോ ആ ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മുകളിൽ ഇന്ന് പകൽ ആത്മാവിനകറിയാം, ഞാൻ അതിന്മേൽ ഒരു ജയമെടുക്കുന്നവനാ. ദൈവം എന്നോട് കൂടെ വസിക്കുന്നവരിൽ, ദൈവം എൻ്റെ കൂടെ നടക്കുന്നവരിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകലത്തിന്റെ മുകളിൽ ജയമെടുക്കാൻ പറ്റും. ദാവീദിനൊരു കാര്യം അറിയാം, ദാവീദിനോട് ചോദിച്ചറിയാം, ദാവീദിന്റെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിന്റെ പ്രവൃത്തി കൂടെ ഇരുന്നപ്പോ രാജ സിംഹാസനത്തെ കൊണ്ട് ഇരുത്തിയത് സ്വർഗത്തിലെ ദൈവമായതുകൊണ്ട് ഇവിടെ ദാവീദ് പറയുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും ഒരു മുട്ടുണ്ടാകുകയില്ല. 2-ാമത്തെ വാക്യം പറയുന്നു, പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ അവൻ നടത്തുന്നു. 3-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം നീതിപാതകളിൽ എന്നെ നടത്തുന്നു. 4-ാമത്തെ വാക്യം പറയുന്നു, കൂരിരുൾ താഴ്വരെ കൂടി നടന്നാലും ഒരനർത്ഥത്തെയും ഞാൻ ഭയപ്പെടത്തില്ല. ഇന്ന് പകൽക്കാലം പറഞ്ഞു, ചില പ്രതിസന്ധിക്കകത്തൂടാണ് നീ നടന്നു പോകുന്നത്, ചില കണ്ണുനീരിൻ്റെ അവസ്ഥയ്ക്കകത്തൂടാണ് നടന്നു പോകുന്നത്, ചില നിന്ദയുടെ അവസ്ഥയ്ക്കകത്തൂടാണ് വന്നു പോകുന്നത്. വഴികൾ അടച്ചപ്പെട്ടെന്ന് പറയുന്നുണ്ടോ,
നാട്ടുകാർ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ, സകലതും അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് വിളിച്ചു പറയണം, യഹോവ എന്റെ ഇടയനായതുകൊണ്ട് എനിക്കൊരു മുട്ടുണ്ടാകയില്ല. അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ ശാശ്വതമായിട്ട് എന്റെ കൂടെ ഇരിക്കുന്നതിനാ. അതുകൊണ്ടാണ് ഇവിടെ ദാവീദ് പറയുന്നു, കൂരിൽ താഴ്വരെ കൂടി നടന്നാൽ അനർത്ഥമുണ്ട്. കൂരിൽ താഴ്വരയിൽ വലിയ കുഴികൾ കാണാം, രാത്രി പതുങ്ങിയിരിക്കുന്ന മൃഗങ്ങൾ കാണാം. അതിന്റെ മധ്യത്തിൽ കൂടെ ഞാൻ നടന്നു പോയാൽ, പ്രശ്നത്തിൽ കൂടെ ഞാൻ നടന്നു പോയാൽ, പ്രതികൂലത്തിൽ കൂടെ നടന്നു പോയാൽ എന്റെ കർത്താവ് എന്റെ കൂടെ ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിനകത്തുള്ള ആ വിഷയത്തിന്റെ മുകളിൽ എനിക്കൊരു ജയം എടുക്കാൻ പറ്റും. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ്? ഇന്ന് പകൽ എത്ര പേര് ആശ്വാസമായി കണ്ടെത്തുന്നുണ്ട്? ഇന്ന് പകൽ ഈ ആത്മാവിനകത്ത് വിളിച്ചു പറ, ഈ ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നവനാണ്. അതുകൊണ്ട് ഭയപ്പെടുകയിൽ, എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. 5-ാമത്തെ വാക്യം പറയുന്നു, വായിച്ചേ 5-ാമത്തെ വാക്യം. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ഇവിടെ പറയുന്നു, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ആമേ. എന്റെ ശത്രുക്കൾ കാണുക, എന്നെ നിന്ദിച്ചവരുടെ മുന്നിൽ, എന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ എനിക്ക് വേണ്ടി വഴി ഉറക്കി തരുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, എന്റെ തകർച്ചയെ കാണാനിരുന്നവർ, എന്റെ പതനത്തെ കാണാനിരുന്നവർ, അവരുടെ മധ്യത്തിൽ എന്നെ മാനിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഈ പകൽ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഞാൻ തീർന്നു പോയെന്ന് പറഞ്ഞു വരികയാണ്, ഇതിനി മുന്നോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞു വരികയാണ്. ആ പരിഹസിച്ചവരുടെ മുന്നിൽ ദൈവം നിന്നെ ഉയർത്തുകയും നിന്റെ തലമുറ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽ ആത്മാവിനകത്ത് നിന്റെ ഭാവിയെ മാറ്റുവാൻ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇമ്പോർട്ടന്റ് കർത്താവിന് കൊടുക്കാൻ റെഡിയാണെങ്കിൽ, മുൻതൂക്കം ദൈവത്തിന് കൊടുക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽ എഴുതി വെച്ചോ, നിന്റെ ചരിത്രത്തെ മാറ്റി എഴുതുന്ന ഒരു ദൈവം എനിക്കുണ്ട്. നല്ല ഉറപ്പോടെ നിങ്ങൾ വിശ്വസിക്കാൻ റെഡിയാകണമെങ്കിൽ വിളിച്ചു പറയാ, ദാവീദിന്റെ യോഗ്യത ആടിനെ മേയ്ച്ചതാ. അപ്പോസ്തലനായ പത്രോസിന്റെ യോഗ്യത എന്ന് പറയുന്നത് മത്സ്യത്തെ പിടിച്ചതാ. ഹല്ലേലൂയ. യോഗ്യതകൾ ഒന്നുമില്ലാത്തടത്ത് യോഗ്യനാക്കി മാറ്റുവാൻ അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. നിന്റെ പാരമ്പര്യമല്ല ഞാൻ ഈ പറയുന്നത്, നിന്റെ നിറവല്ല ഞാൻ ഈ പറയുന്നത്, നിന്റെ കുടുംബശ്രേഷ്ഠതയല്ല ഞാൻ പറയുന്നത്. എന്റെ കർത്താവ് ഇറങ്ങി വന്നാൽ നിന്റെ ചരിത്രം മാറ്റുമെന്ന് പറയുക. അല്ല, എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ, ഒരു കുടുംബത്തിൽ ഇറങ്ങി വന്നാൽ, ഒരു കുടുംബത്തോട് കൂടെ നിന്നാൽ, ഒരു തലമുറയോട് കൂടെ നിന്നാൽ അവരൊരു അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും. ഒരുത്തർക്കും അതിനെ ബന്ധിക്കാൻ പറ്റത്തില്ല. നീ യോസേപ്പേ, നിന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിക്കളഞ്ഞാൽ, പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ ഇട്ടാലും, അടിമപ്പാളയത്തിൽ ഇട്ടാലും, കാരാഗ്രഹത്തിൽ ഇട്ടാലും വിടുവിക്കാമെന്ന് ഒരുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. അവൻ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പകൽ എഴുതി വെച്ചോ, നിന്റെ ചരിത്രത്തെ മാറ്റുവാൻ അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ദൈവത്തിന്റെ നീതിക്കകത്ത് നിൽക്കാൻ റെഡിയാണെങ്കിൽ, ദൈവത്തെ ആരാധിക്കാൻ റെഡിയാണെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ റെഡിയാണെങ്കിൽ, ഈ നാളുകൾ നിന്റെ ഉയർച്ചയുടെ പടവ് തുടങ്ങുകയാണ്. നിന്റെ ഉയർച്ചയുടെ പടവ് ദൈവം തുടങ്ങുകയാണ്. ഇന്ന് വരെ കയറിയതല്ല, നാട്ടുകാർ നിന്നെ നോക്കി പറഞ്ഞതല്ല ഇനി നടക്കാൻ പോകുന്നത്. ഈ നാട്ടുകാർ നിന്നെ കൊണ്ട് പ്രവചിച്ചതല്ല നടക്കാൻ പോകുന്നത്. നാട്ടുകാർ നിന്നെ കുറിച്ച് പറഞ്ഞു വെച്ചത്, അപവാദം പറഞ്ഞു വെച്ചെങ്കിൽ ആ അപവാദം നിന്റെ ഭവനത്തിൽ വരത്തേ ഉള്ളൂ, എന്റെ ഭവനത്തിൽ വരത്തില്ല. കാരണം ഇത് എന്നെ വിളിച്ചത് സ്വർഗത്തിലെ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയ കർത്താവിനെ സ്തോത്രം ചെയ്യും. പകലിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യോസേപ്പിനെ നോക്കിക്കോണേ. യോസേപ്പ് നിന്ദിക്കപ്പെട്ടു പോയ ഏറ്റവും വലിയ കാര്യം എന്നാണെന്നറിയോ? പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ ഇത്രയും പോകുന്ന ഒരു ഒറ്റ ഉടുപ്പ് കൊണ്ടാ നിന്ദിക്കപ്പെട്ടു പോയത്. ഹല്ലേലൂയ. യോസേപ്പ് നിന്ദിക്കപ്പെട്ടു പോകുമ്പോ അവനെ അടിമപ്പാളയത്തിനകത്തുനിന്ന് കൊണ്ടുവന്നവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായ യോസേപ്പ് അവിടുത്തെ സ്ത്രീ മുഖാന്തരം അവൻ നിന്നെ അനുഭവിച്ച് കാരാഗ്രഹ താടി രോമങ്ങൾ വളഞ്ഞ് വസ്ത്രത്തിൽ ചെളിയും പിടിച്ച് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഞാൻ വിളിച്ചു പറയാം, യോസേപ്പേ, നീ ഒരു അനുഗ്രഹമാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന നിന്നയ്ക്കകത്താണേലും പരിഹാസത്തിനകത്താണേലും നിന്നെ ഒരു അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ അറിഞ്ഞു, ദൈവം നിന്നെ മാനിക്കുന്ന ഒരു കാലം വിദൂരമല്ല. ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു കാലം വിദൂരമല്ല. നിന്റെ തലമുറയെ മാനിക്കുന്ന ഒരു കാലം വിദൂരമല്ല.
പലരും നോക്കി നിൽക്കുമ്പോ നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ കൂടെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഉയർത്തുന്ന ഒരു കാലം വിദൂരമല്ല. അത് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും. അത് നിന്റെ തലമുറയ്ക്കകത്ത് വെളിപ്പെടും. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകലിൽ ഒരുവന്റെ കൂടെ ദൈവം നിന്നാൽ, ഒരുവനോടുകൂടി ദൈവം നിന്നാൽ തുടങ്ങിയാൽ അവന്റെ വഴികളെ ദൈവം തമ്മിൽ തുറക്കാൻ തുടങ്ങാം. ഹല്ലേലൂയ. ഞാൻ രണ്ടുപേരെ കൊണ്ടുവന്നു. ഒന്ന് യോസഫിനെ കൊണ്ടുവന്ന് വെച്ചു, രണ്ടാമത് ദാവീദിനെ കൊണ്ടുവന്ന് വെച്ചു. മൂന്നാമത്തെ ആളിലേക്ക് വരിക. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം, ദാനിയേലിന്റെ പുസ്തകം മൂന്നാം അധ്യായം 23 വാക്യം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ചു തീയിൽ ഇട്ടത് എന്നും ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അത്ര മതി. 23 വാക്യം പറയും, ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന 3 പുരുഷന്മാർ ബന്ധിക്കപ്പെട്ടവനായി തീച്ചൂളയിലേക്ക് എറിയപ്പെട്ടു. ഇവരാർക്ക് മഹത്വം കൊടുത്തുകൊണ്ട് നിന്നവനാ? ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടെന്ന ആ രാജ്യത്തുള്ള രാജാവിന് മഹത്വം കൊടുക്കുന്നില്ല, മറ്റൊന്നിലും മഹത്വം കൊടുക്കുന്നില്ല. ദൈവത്തിന് മഹത്വം കൊടുത്ത് നിൽക്കുന്നവൻ. ഈ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന 3 പേരെ ആമി ചന്ദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെ എരിയുന്ന തീച്ചൂളയ്ക്കകത്തേക്ക് വലിച്ചെറിഞ്ഞു. 24 വാക്യം പറയും, നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ മന്ത്രിമാരോട്. അത്ര നേരം ഇരുന്നപ്പം രാജാവ് സകല മഹത്വത്തിലുമായിരുന്നു. ഈ ചന്ദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെ ബന്ധിക്കുമ്പോഴും തീച്ചൂളയിലേക്ക് കൊണ്ടുപോകുമ്പോഴും നെബൂഖദ്നേസർ മഹത്വത്തിലാണ് നിൽക്കുന്നത്. വലിയൊരു സംഭവത്തിൽ നിൽക്കുക. ഇന്ന് ദൈവം കൂടെ ഇരിക്കുന്നവനെ അനർത്ഥത്തിലേക്ക് വിടാൻ സൂക്ഷിച്ചോണം. ഇവിടെ ഇവരെ 3 പേരെയും കൂടെ എടുത്ത് തീച്ചൂളയ്ക്കകത്ത് കളഞ്ഞു. തീച്ചൂളയ്ക്കകത്ത് കളഞ്ഞെടുത്തു വായിക്കുമ്പോൾ 24 വാക്യം പറയുന്നു, നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് അവന് ഭയം ഉണ്ടാകാൻ തുടങ്ങി. ഇവിടെ പറയുന്നു, അവന് ഭ്രമിച്ചു, വേഗത്തിൽ എഴുന്നേറ്റു. മന്ത്രിമാരോട് നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ചു തീയിലിട്ടത്, നമ്മൾ 3 പുരുഷന്മാരെയല്ലോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിന് അവൻ, 4 പുരുഷന്മാർ നാലാമത്തെ പുരുഷൻ ഇവിടെ പറയുന്നു, അതിനവർ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് സമനാകുന്നു. ഇന്ന് ആത്മാവിനകത്ത് നിങ്ങൾ അറിഞ്ഞോ, ഒരു പ്രതിഷ്ഠ, നിങ്ങൾ ദൈവത്തെ മഹത്വം കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുകയും ദൈവത്തെ ആരാധിക്കുകയും കർത്താവിന് വേണ്ടി നിന്നെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ഒരു ദൈവമുണ്ട്. ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിഞ്ഞു, ദൈവം ഒരു ഉടമ്പടി നിങ്ങളോട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകലിൽ അറിയണം, നീ ഇറങ്ങി നിൽക്കുന്ന കർത്താവിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്നവനാണോ? പ്രതിസന്ധി വന്നിട്ടും വില കൊടുത്ത് നിൽക്കുന്നവനാണോ? നിന്ന കേട്ടിട്ടും വില കൊടുത്ത് നിൽക്കുന്നവനാണോ? നിന്റെ വീട് നിന്ദിക്കപ്പെടാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. കൂട്ടുകാരി, പരമായി ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്ത് ദൈവം തമ്പുരാൻ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നീ വില കൊടുക്കാൻ റെഡിയാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി വില കൊടുത്തിറങ്ങിയതാണെങ്കിൽ, ഇന്ന് പകലറിഞ്ഞോ, അബ്രഹാം വില കൊടുത്തിറങ്ങിയെങ്കിൽ അബ്രഹാം ഒരു അനുഗ്രഹമായി മാറി. പത്രോസ് നീ വില കൊടുത്തിറങ്ങിയവനാണെങ്കിൽ, പൗലോസ് നീ വില കൊടുത്തിറങ്ങിയവനാണെങ്കിൽ,
ഇന്ന് പകലിറങ്ങി വില കൊടുത്തിറങ്ങിയവനെ മാനിക്കുന്ന ഒരു സർവശക്തനായ ഒരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമീൻ. നെബൂഖദ്നേസറിന്റെ മുന്നിൽ നിൽക്കുന്ന ചന്ദ്രക്കും മേശകും അഭേദവും വില കൊടുത്ത് നിൽക്കുക. ജീവനേക്കാൾ വലുത് എന്റെ ദൈവമെന്ന് പറയുക. അവരെ തീച്ചുളയ്ക്കകത്ത് വലിച്ചെറിയുമ്പോ ആമീൻ നാലാമതായി ഒരുവൻ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽ നീ വിശ്വസിച്ചോ, ദൈവത്തിന് മഹത്വം കൊടുത്താ നിൽക്കുന്നെങ്കിൽ നിന്റെ ഒരു പ്രതിസന്ധി വന്നാൽ, നിന്റെ ഒരു കണ്ണുനീര് വന്നാൽ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇന്ന് പകൽ വിശ്വസിച്ചോ, ആരാധനയ്ക്ക് യോഗ്യനായവനെ ആരാധിച്ചാൽ, ആരാധനയ്ക്ക് യോഗ്യനായവന് മഹത്വം കൊടുത്താൽ, നീ ദൈവത്തിന് വേണ്ടി ഇടം കൊടുത്താൽ, ഇന്ന് പകൽ അറിഞ്ഞോ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. മഹത്വം ദൈവത്തിന് കൊടുക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആഗ്രഹിക്കണം സാഹചര്യം അനുസരിച്ചല്ല ദൈവത്തെ മഹത്വപ്പെടുത്തണ്ടേ. സാഹചര്യം നോക്കിയിട്ടല്ല, മനുഷ്യൻ്റെ അഭിമാനം കിട്ടാനും ആകരുത് ആരാധന, ദൈവത്തിന് മഹത്വം കൊടുക്കാനാ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തെ മഹത്വം കൊടുത്തൊരുത്തൻ ആരാധിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, രാത്രി ഇവിടെ യാമങ്ങളിൽ ദൈവസന്നിധി നിലവിളിക്കാൻ റെഡിയാകുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ റെഡിയാകുന്നുണ്ടെങ്കിൽ, നീ ദൈവത്തോട് കരയുന്നുണ്ടെങ്കിൽ, ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ, ഇന്നർത്തു നിന്റെ സാഹചര്യം പ്രതികൂലമായാലും അനുകൂലമായവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് ആത്മാവിനകത്ത് വ്യക്തതയോടുകൂടി നിങ്ങളുടെ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയുക, ഈ നാളുകൾ ദൈവത്തിന്റെ സന്നിധി വിശ്വസ്തയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ നീ പോലും അറിയാത്ത ചില വാതിലുകളെ പരിശുദ്ധാത്മാവ് തുറക്കുമെന്ന് ആത്മാവ് വിളിച്ചു പറഞ്ഞാൽ ഞാനിത് എടുക്കുന്നത്. ഹല്ലേലൂയ. 3 മണ്ഡലങ്ങൾക്കകത്തൂടെ ഞാൻ പറഞ്ഞു പോയി. 3 മണ്ഡലങ്ങൾ. ഒന്നാമത്തെ മണ്ഡലം യോസേഫിനോട് കൂടെ ഇരുന്ന ദൈവത്തെ ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ മണ്ഡലം ദാവീദിന്റെ കൂടെ ഇരിക്കുന്ന ദൈവത്തെ പറഞ്ഞു. മൂന്നാമത് ദാനിയേൽ പ്രവാചകൻ ചന്ദ്രക്ക് മേശക്ക് അബേദ്നേഗോവിന് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവത്തെ പറഞ്ഞു. ഞാൻ ഇതെല്ലാം പറഞ്ഞു കൊണ്ടുവരുന്നതിന്റെ കാരണം അവർ ദൈവത്തിന് വേണ്ടി ഇടം കൊടുത്തവരാ, ദൈവത്തെ വിശ്വസിച്ചവരാ, ദൈവത്തിന് മഹത്വം കൊടുത്തവരാ. ഈ ഭൂമിയിലുള്ള എന്തിനേക്കാൾ കൂടുതൽ ദൈവത്തിന് മഹത്വം കൊടുത്തവരാ. അവർക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു സർവശക്തനായ ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം പറഞ്ഞത്, നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യൂ. ഞാൻ ഒറ്റ വാക്കിനകത്ത് പറയുകയാണെങ്കിൽ പറയാൻ പറ്റും, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യോ. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവൻ, ദൈവത്തെ ആരാധിക്കുന്നവൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവൻ, എന്തിനേക്കാൾ മുൻതൂക്കം ദൈവത്തിന് കൊടുക്കുന്നവനെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയാം, അവന്റെ ചരിത്രത്തെ മാറ്റുന്ന ഒരു സർവശക്തനായ ഒരു ദൈവമുണ്ട്. സാഹചര്യം നോക്കിയല്ല ദൈവമക്കളെ ആരാധിക്കുവാൻ ഇറങ്ങേണ്ടത്. സാഹചര്യം അനുകൂലമായി എന്നാ ഒന്ന് പോയേക്കാം, ഇന്ന് ഞായറാഴ്ചയല്ലേ, അങ്ങനെ പോകുന്നവർക്കല്ല ദൈവം പ്രവർത്തിക്കുന്നത്. സാഹചര്യം പ്രതികൂലമാകുമ്പോഴും കാലാവസ്ഥ നിനക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോഴും നീ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങാൻ റെഡിയാണെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും നിന്റെ വട്ടത്തിൽ കൂടുമ്പോഴല്ല നീ ആരാധന തുടങ്ങേണ്ടത്, നീ അല്ലാതെ തന്നെ ഒരു ആരാധന തുടങ്ങണം. ആ ആരാധിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ഒരു ദൈവമുണ്ട്. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യെരമ്യാവിന്റെ പുസ്തകം എടുത്ത്, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 20-ാം അധ്യായം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. സർവത്ര ഭീതി, ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പിപ്പീൻ, ഞങ്ങളും അവരെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ചു അവനോട് പക വീട്ടുവാൻ തക്കോണം, പക്ഷേ അവനെ വശത്താക്കാം എന്ന് എൻ്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എൻ്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു. ഇവിടെ ഒന്നുകൂടെ വായിച്ച് ബ്രദറെ. സർവത്ര ഭീതി, സർവത്ര ഭീതി, ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. ഞാൻ പലരുടെയും, നിങ്ങളുടെ അകത്ത് ഇനിയുള്ള നിങ്ങളിലേക്കാണ് വരുന്നത്. ദൈവം കൂടെ ഇരിക്കുന്ന ആളിനെ ഞാൻ പറഞ്ഞു. ചന്ദ്രക്ക് മേശക്ക് അബേദ്നേഗോവിന്റെ ദൈവം കൂടെ ഇരുന്നു. യോസേഫിന്റെ കൂടെ ഇരുന്നു, ദാവീദിന്റെ കൂടെ ഇരിക്കുന്നു. ഇവരെല്ലാം ദൈവം കൂടെ ഇരുന്നപ്പോൾ ഇവരെല്ലാം എന്നായി മാറി? അനുഗ്രഹമായി മാറി. ഇവരുടെ ഏത് പ്രതിസന്ധിക്കകത്തും ആര് കൂടെ നിൽക്കുന്നു? ദൈവം കൂടെ നിൽക്കുക. ഇവർക്കെതിരായി സംസാരിക്കുക. ഇവിടെ പറയുന്നു സർവഭീതി, ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. പലരുടെയും ഏഷണി കേട്ട്, നിന്നെ കുറിച്ച് നീ പറഞ്ഞിട്ടില്ലാത്ത അപവാദങ്ങൾ നിന്നെ കുറിച്ച് പറയുക. എന്നിട്ട് കുറ്റം ബോധിപ്പിപ്പീൻ, ഞങ്ങളും അവനെ കുറിച്ച്. നീ ഒരു കാര്യം ചെയ്യണം, അവനെ കുറിച്ച് നീ കുറ്റം പറയണം, ഞാനും ഒരു കുറ്റം പറയാം. പിടികിട്ടുന്നോ?
ഞാൻ അവനെ കുറിച്ച് കുറ്റം പറയാം, എന്നിട്ട് വേറൊരാൾ ഫോണിൽ വിളിച്ച് അവനോട് പറയാ, ഒന്ന് പറയണം, നീയും പറയണം അവനെ കുറ്റം. ഞാൻ കുറ്റം പറയുന്ന മാത്രമല്ല, നീയോടൊന്ന് പറഞ്ഞേക്കണം, ആള് കൊള്ളത്തില്ലാത്തവനാ, മോശക്കാരനാണെന്ന് പറഞ്ഞേക്കണം. ഇവിടെ പറയുക, യേശു കേട്ടിരിക്കുന്നു, കുറ്റം ബോധിപ്പീൻ. ഞങ്ങളും അവനെ കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ചു. എങ്ങനെ പിടികിട്ടുന്നോ? യോസെഫ് പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ നടന്ന സംഭവം ഇത്. പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ നിന്ന് യോസെഫ് ഇറങ്ങി ഓടുമ്പോൾ അവന്റെ വസ്ത്രം എടുത്തു വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇവൻ എന്നെ ഉപദ്രവിക്കാൻ വന്നവനെന്ന് പറഞ്ഞു. യോസെഫിനെ കാരാഗ്രഹത്തിൽ എത്തിക്കുവാൻ തന്ത്രപ്പെട്ട പോലെ ഇവിടെ പറയുന്നു വാക്ക്, അവനെ കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ചു അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം പക്ഷേ അവനെ വശത്താക്കാം എന്ന് എന്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായി എന്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു. ഇതാരാ കാത്തിരിക്കുന്നേ? ഇതാ സംഭവം. തകർച്ചയെ കാണാൻ ആഗ്രഹിക്കുന്ന ശത്രുവല്ല. യോസെഫിന്റെ പൊട്ടക്കിണറ്റി കളയാൻ നിന്നത് മറ്റുള്ളവരല്ല, വീട്ടിൽ നിന്നാ. യോസെഫിന്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ചത് വേറെ ആരുമല്ല, അവന്റെ വീട്ടുകാരാ, അവന്റെ സഹോദരന്മാരാ. ഇവിടെ നോക്കിക്കേ, ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ, വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എൻ്റെ ചങ്ങാതിമാരെയും പറയുന്നു. ചങ്ങാതിമാരൊക്കെയും പറയുന്നു. അപ്പൊ ഇവനെ കുറിച്ച് പരാതികളും പരദൂഷണങ്ങളും പറയുന്ന ആരാ? രക്ഷിക്കപ്പെട്ടവൻ തന്നെയാ. സഭയ്ക്കകത്തൊരുന്ന ഒരാളെ കുറ്റം പറയണമെങ്കിൽ അവരങ്ങനെ ആയിരിക്കണം, രക്ഷിക്കപ്പെട്ടവനായിരിക്കും. രക്ഷിക്കപ്പെട്ടവനെ അപവാദം പറഞ്ഞ് 11-ാമത്തെ വാക്യം, എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ഇവിടാണ് സംഭവം കളം മാറുന്നത്. പിടികിട്ടിയോ? എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞാലും, എന്തെല്ലാം എന്നെ തകർച്ച പ്രതീക്ഷിച്ചാലും, എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. എത്ര പേര് ആമേൻ പറയുന്നു? നിന്നെക്കുറിച്ചോ നിന്റെ കുടുംബത്തെക്കുറിച്ചോ എന്തെല്ലാം അപവാദം പറഞ്ഞുണ്ടാക്കിയാലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഇവിടെ പറയുന്നു, എന്നാൽ യഹോവ മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട്. എന്നിട്ട് പറയുക, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കാകിയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും. ഒരിക്കലും മറന്നു പോകാത്ത നിത്യലജ്ജയോട് തന്നെ. നിനക്കെതിരായി നോക്കണം, ദൈവം അനുകൂലമായി നിൽക്കുന്ന ഒരു വ്യക്തി, ദൈവം അവനോട് കൂടെ നടക്കുന്ന വ്യക്തി. ഞാൻ പറഞ്ഞ വല്ലപ്പോഴും ചെണ്ടകൂട്ടുന്ന ആരാധനയ്ക്ക് വരുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നടക്കുന്നവൻ, ദൈവത്തിന് മുൻതൂക്കം കൊടുക്കുന്നവൻ, ദൈവത്തെ ബലമായി പിടിച്ചിരിക്കുന്നവൻ, ദൈവത്തെ ആരാധിച്ചു നടക്കുന്ന ജനം, ദൈവത്തിൻ്റെ വിശ്വസ്തനെണ്ണിയവൻ. അവനെതിരായിട്ട് ചിലർ ഇറങ്ങി വന്നാലും, അവൻ ചില അപവാദങ്ങൾ അവനെക്കുറിച്ച് പറഞ്ഞു വെച്ചാലും, ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ നോർത്തു. ഇവിടെ വാക്ക് പറയുന്നു, ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കത്തില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കാകിയാൽ ഏറ്റവും ലജ്ജിച്ചു. നിനക്കെതിരായി പറയുന്നവർ ഏറ്റവും കൂടുതൽ ലജ്ജിക്കും. പട്ടണത്തിൽ നിനക്കെതിരായി അപവാദം പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പട്ടണത്തിൽ തന്നെ അവർക്കെതിരായി ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നിനക്കെതിരായി നിന്റെ തലമുറയ്ക്കെതിരായി അപവാദം പറഞ്ഞു പരത്തുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോണം. ആമീൻ. അതിനേക്കാൾ ഇരട്ടിയായി നിന്റെ തലമുറയെ തമ്പുരാൻ ഈ പട്ടണത്തിൽ വെച്ച് ലജ്ജിക്കുവാൻ ഇടയാക്കി കൊടുക്കും. ആമീൻ. ദൈവം ഒരുവനെ വിളിച്ചിറക്കുമ്പോൾ, ദൈവം അവനോട് അനുകൂലമായി നിൽക്കുമ്പോൾ, ദൈവം അവന് വേണ്ടി നിൽക്കുമ്പോൾ, ഇവിടെ പറയുന്നു, പ്രവർത്തിക്കിയാൽ ഏറ്റവും ലജ്ജിച്ചു, ഒരിക്കലും മറന്നു പോകാത്ത നിത്യലജ്ജ അവന്റെ ഭവനത്തിൽ വരും. അപ്പൊ ഓർത്തു നോക്കിയോ, ദൈവം ഒരുവനോട് കൂടെ നിൽക്കാൻ തുടങ്ങിയാൽ, ഇന്ന് പകൽ ഗൗരവപരമായ സബ്ജക്റ്റാണ് ഞാൻ ഈ പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ദൈവമക്കൾ അറിയണം, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരുവനെ കുറിച്ച് നിങ്ങൾ അപവാദം പരത്തരുത്. ഈ ദിവസങ്ങളിൽ വലിയൊരു ബ്ലെസ്സിങ്ങിലേക്ക് ദൈവം മാറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വരുന്നതിന് ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ദൈവം ഒരുവനെ ഉയർത്തിക്കൊണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ഒരാളുമായിട്ടുള്ള ദൈവത്തിൻ്റെ റിലേഷൻ ബന്ധം എങ്ങനെയാന്ന്.
ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ അപവാദം പരത്തിയാൽ നിങ്ങളുടെ ഭവനത്ത് ആ നിന്ന അനുഭവിക്കേണ്ടി വരും. ആമീൻ. ഇന്ന് പകൽ അറിയണം, നിങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നവരാകെ മാറാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറണം. അവരെക്കുറിച്ച് അനാവശ്യമായി ഒരു കാര്യങ്ങൾ പറഞ്ഞ് പരത്തുന്നവരായി മാറരുത്. അത് നിന്ദയ്ക്കായി മാറുക തന്നെ ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം എന്നെടുത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ അതിന്റെ 10-ാമത്തെ വാക്യം. കൂടി ആലോചിച്ചുകൊള്ളുവീൻ, അത് നിഷ്ഫലമായി തീരും. കാര്യം പറഞ്ഞുറപ്പിപ്പീൻ, സാധ്യമുണ്ടാകുകയില്ല. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. ഇവിടെ പറയുന്നു കൂടി ആലോചിച്ചുകൊള്ളുവീൻ, അത് നിഷ്ഫലമായി. നിങ്ങൾ കൂടി ആലോചിക്കുക. ഒരുവന്റെ തകർത്താൻ വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകൾ നടത്തുക. അതെന്നതായി പോകുമെന്ന് പറഞ്ഞു? നിഷ്ഫലമായി പോവും. കാര്യം പറഞ്ഞുറപ്പീൻ, സാധ്യമുണ്ടാകുകയില്ല. അതൊന്നും നിനക്ക് അവനെതിരായി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ചാലും ഒന്നും നടക്കത്തില്ല. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. കാരണം ആരുടെ കൂടെ നിൽക്കുക? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ തിരിച്ചറിയണം. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ നേരം വെളുക്കുന്നതിന് മുമ്പ് ഹെരോദാവ് പദ്ധതി ഇടുന്നു ഇവനെ കൊന്നുകളയണമെന്ന്. കൂടിയാലോചനകൾ നടത്തുന്നു. രാത്രിയുടെ യാമത്തിൽ കൂടിയാലോചനകൾ നടത്തുക. പക്ഷെ രാത്രിയുടെ യാമത്തിൽ സ്വർഗം ഇറങ്ങാൻ തുടങ്ങി. ഇന്ന് പകൽ നിനക്കെതിരായി എത്ര വലിയ ശക്തികൾ വന്നാൽ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുള്ളൂ? ഇന്ന് ആത്മാവിനകത്തറിഞ്ഞു നിന്നെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്താൻ നിൽക്കുന്നു ുണ്ടെങ്കിൽ അവർക്കെതിരായി ചലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇത് പറയുന്നു. ആമേൻ. ഇവിടെ പറയുന്നു കൂടിയാലോചനകൾ നടത്തുകയാ. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ കൂടിയാലോചനകൾ നടത്തുക. യാക്കോബിന്റെ തലയെ വെട്ടിയവൻ പിറ്റേ ദിവസം പത്രോസിനെ വെട്ടാൻ നിൽക്കുന്നവൻ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങുകയാണ്. ഒന്നാം വാതിലും 2-ാം വാതിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നെങ്കിൽ 3-ാം വാതിൽ പട്ടണത്തിന്റെ വാതിൽ ദൈവം അവന് വേണ്ടി തുറന്നു കൊടുക്കുന്നെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ നിനക്ക് പ്രതികൂലമായി ആരാ ഉള്ളത്? ഇന്ന് വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാ, മഹത്വം കൊടുക്കുന്നവന് മഹത്വം കൊടുത്ത് ആരാധിക്കേണ്ടവനെ ആരാധിക്കേണ്ട പോലെ ആരാധിച്ചു നിൽക്കാൻ റെഡിയാണെങ്കിൽ ഈ പ്രതിസന്ധിയും ഈ പ്രതികൂലവും ദാവീദ് പറഞ്ഞ പോലെ ഈ മതിൽ ഞാൻ ചാടി കടക്കുക തന്നെ ചെയ്യും. ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ത് വലിയ ആണെങ്കിലും, ഇന്ന് അനുഭവിക്കുന്ന എത്ര വലിയ നിന്ദയാണെങ്കിലും ഈ നിന്ദയെ ഞാൻ ചാടി കടക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് നീ അനുഭവിക്കുന്ന ഭാരപ്പെടുന്ന കടഭാരമാകാം, നീ അനുഭവിക്കുന്ന രോഗത്തിന്റെ അവസ്ഥയാകാം, നീ അനുഭവിക്കുന്ന നിന്ദയുടെ ആകാം, ഇന്ന് തലമുറയെ കുറിച്ചായിരിക്കാം. ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാ, അതിനെ ഓവർകം ചെയ്യുന്ന കാലം വിദൂരമല്ല. അതിനെ നീ ജയിക്കുക തന്നെ ചെയ്യുക. കാരണം നിന്നോട് കൂടെയും നിന്റെ ഭവനത്തിന്റെ കൂടെയും സ്വർഗത്തിലെ ദൈവം നിന്നാൽ നീ ഒരു അനുഗ്രഹമായി മാറുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേ. പ്രതികൂലം കൊണ്ടിടുന്നവർ, പ്രതിസന്ധി കൊണ്ടിടുന്നവർ, ആമേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറഞ്ഞു, ഒരു അപവാദം പരത്തിയിട്ട് ഏത് പ്രവാചകന്റെ കീഴെ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ ഒരനുഗ്രഹം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. സഹോദരനെ നിസ്സാര എന്ന് പറയുന്ന മരണയോഗ്യനാ. ഇന്ന് പകലിൽ അറിയണം, ഗൗരവമേറിയൊരു കാര്യമാണ് ഞാൻ ഈ സബ്ജക്റ്റ് കൊണ്ടിരുന്നത്. ഏറ്റവും ഗൗരവ, നീ ഒരാളെ വിധിക്കല്ലേ, നീ വിധിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. ദൈവവുമായുള്ള അവൻ്റെ ബന്ധത്തെ നീ അറിയത്തില്ല. ആ ബന്ധത്തിനകത്ത് ഉറച്ചു നിൽക്കണം. ഒരാളെക്കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞു വരുത്തുന്നുണ്ടെങ്കിൽ അത് ആമേൻ, അത് അപകടകരമായി മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ക്രിസ്തു സ്നേഹമാണെങ്കിൽ ഇന്ന് പകൽക്കാലം യോസഫിൻ്റെ ആഴവും വലുപ്പവും സഹോദരന്മാരെ അറിഞ്ഞില്ല, പൊത്തിപ്പേറിൻ്റെ ഭവനക്കാരൻ അറിഞ്ഞില്ല. പക്ഷെ ദൈവം അവനെ ഉയർത്തുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ അറിഞ്ഞോ, ഹല്ലേലൂയ, ഒരു അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ മാറണമെങ്കിൽ അതുകൊണ്ട് യേശു പറഞ്ഞു, ശത്രുവിനെ സ്നേഹിപ്പീൻ എന്നപോലെ. പത്രോസ് അപ്പോസ്തലൻ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകിയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി മാറാം. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ഒരുവനെ കുറിച്ച് നീ സംസാരിക്കുന്നവനാകരുത്. എല്ലാത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ആമീൻ. അങ്ങനെ ഒരു വ്യക്തിത്വം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നത്? ആമീൻ. പുറപ്പാട് പുസ്തകം എടുത്ത് 33-ാം അധ്യായം പെട്ടെന്ന് പെടുന്ന ഒരു സമയത്തിന് കടന്നു പോകുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 12-ാമത്തെ വാക്യം. മോശെ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് എന്നോട് നീ കൽപ്പിച്ചുവല്ലോ.
എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. ആരെ അറിഞ്ഞിരിക്കുന്നേ? മോശ പറയുന്ന പിടി കിട്ടിയോ? അങ്ങനെ പറയാൻ പറ്റുമോ? ദൈവത്തെ ഞാൻ അടുത്തറിഞ്ഞിരിക്കുന്നു. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്നോട് കൃപ തോന്നിയിരിക്കുന്നുവല്ലോ എന്ന് ദൈവം മോശയോട് എത്ര പ്രാവശ്യം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പം ദൈവത്തെ മോശ എങ്ങനെ അറിഞ്ഞു? ദൈവത്തെ അടുത്തറിയാം. അതുകൊണ്ട് യേശു നല്ലവനെന്ന് രുചിച്ചറിയണം. ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിയണം. സാക്ഷ്യം അയലോക്കംകാരൻ്റെ സാക്ഷ്യം കേട്ടിട്ടല്ല കൈയടിക്കണം. നമ്മുടെ സാക്ഷ്യം കേട്ട് കൈയടിക്കണം. പിടി കിട്ടിയോ? അയലോക്കംകാരന് വേണ്ടി അത്ഭുതം ചെയ്താൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് നമ്മുടെ അകത്ത് വിശ്വസിക്കണം. യേശു നല്ലവനെന്ന് ഞാൻ രുചിച്ചറിയുന്ന പോലെ ഇവിടെ പറയുക, മോശ പറയുക, ഞാൻ നിന്നെ എങ്ങനെ അടുത്തറിഞ്ഞിരിക്കുന്നു. ആരെ ഈ അടുത്തറിഞ്ഞെന്നൊക്കെ പറയുന്നേ? ദൈവത്തെ. എനിക്ക് ജോജി ബ്രദറിനെ, പ്രസാദ് ബ്രദറിനെ അടുത്തറിയാം, ഇല്ലേ? ഇപ്പോൾ ഒരാളെന്നോട് വന്ന് ചോദിക്കുക, ഇന്ന ആളെ അറിയോ? പിന്നെ എനിക്ക് നല്ലവണ്ണം അടുത്തറിയാം. ആരായതുകൊണ്ട്? എൻ്റെ സ്നേഹിതനായതുകൊണ്ട്, അല്ലെ എൻ്റെ സഹോദരനായിരുന്നുകൊണ്ട്. ഇവിടെ പറയുന്ന ആരെക്കുറിച്ച് മോശ പറയുന്നേ? സകല അഖിലാണ്ടത്തെ മുഴുവൻ ഉണ്ടാക്കിയ ദൈവത്തെക്കുറിച്ച് പറയുക. ദൈവമേ, നിന്നെ ഞാൻ അടുത്തറിഞ്ഞിരിക്കുന്നു. നിന്റെ സ്വഭാവം എന്താണെന്ന്, നീ ആരാണെന്നും നിന്റെ മഹത്വം എന്താണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു, അടുത്തറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം എന്നതാണെന്ന് ഞാൻ അടുത്തറിഞ്ഞാൽ വിടുതല. ദൈവം എന്താണെന്ന് ഞാനൊന്ന് അറിഞ്ഞാൽ എൻ്റെ ഉയർച്ച വന്നു കഴിഞ്ഞു. ഞാനിത് അറിയാതിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ വായിൽ നിന്ന് പരാതികൾ വരുന്നേ, പിറുപിറുപ്പുകൾ പറയുന്നേ. ദൈവം ആരാണെന്ന് ഇവിടെ പറയുക. മോശ പറയും, ഞാൻ ദൈവത്തെ അടുത്തറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയുക 13, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. കണ്ടോ? എന്നോട് കരുണയുണ്ടെങ്കിൽ അങ്ങയുടെ വഴി എന്നെ ഒന്ന് അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. 14-ാമത്തെ വാക്യം. അതിന് അവൻ, യഹോവ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. ഇതാണ് നിങ്ങളുടെ അകത്തറിയേണ്ടത്. ദൈവത്തെ അടുത്തറിയുമ്പോ, ദൈവത്തുമായിട്ട് ചേർന്ന് നടക്കുമ്പോ, നിങ്ങൾ മുന്തിരിവള്ളിയും ഞാൻ കൊമ്പുകളുമാകുന്ന പോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവത്തോട്. അതുകൊണ്ട് യേശു പറയുന്നു, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കും, ഞാനും പിതാവും ഒന്നാ. യേശു പറയുന്നു, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ അധിക ഫലത്തിലേക്ക് നിങ്ങൾ മാറും. ഇന്ന് ആത്മാവിനകത്ത് നിങ്ങൾ അറിയുന്നുണ്ടോ? ദൈവത്തെ അറിയേണ്ട പോലെ. ഞാൻ ഇത് പറഞ്ഞു കൊണ്ടുവന്നെ യോസഫിനെ ദാവീദിനെ പറയാൻ വേണ്ടി ഞാൻ വന്നതല്ല. ഒന്ന് പറയുവാനാ, ദൈവത്തിന്റെ കൂടെ ഒരുവൻ വസിക്കാൻ റെഡിയാണെങ്കിൽ അവനൊരു അനുഗ്രഹമാണെന്ന് പറയുവാനാ. യേശു പറഞ്ഞു, എന്നെ കണ്ടവന്റെ പിതാവിനെ കണ്ടിരിക്കും, ഞാൻ പിതാവും ഒന്നത്രേ. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുകയാണെങ്കിൽ നിങ്ങൾ അധിക ഫലത്തിലേക്ക് വരും. ഇവിടെ മോശ പറയുന്നു, ഞാൻ നിന്നെ നല്ലവണ്ണം അറിഞ്ഞവനാണ്. എന്നിട്ട് ഇവിടെ 14-ാമത്തെ വാക്യം പറയുന്നു, അതിന് അവൻ യഹോവയായ ദൈവം പറയുക, മോശയോട് പറയുന്നു, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഇതാണ് ഇമ്പോർട്ടന്റ്. എന്റെ സാന്നിധ്യം ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നെങ്കിൽ, ഇന്ന് പറഞ്ഞു, നിന്റെ കൃപ നിന്നോട് കൂടെ ഇരിക്കുന്നെങ്കിൽ, യേശു നിങ്ങളുടെ കർത്താവാണെങ്കിൽ, ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധിയെ മുഴുവൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഒരുവൻ ക്രിസ്തുവിൽ വസിക്കാൻ റെഡിയാണെങ്കിൽ നീ അധിക ഫലത്തിലേക്ക് വരും. നിന്റെ കാൽ വെക്കുന്നിടം അനുഗ്രഹമായി മാറും. ഇന്ന് പകൽക്കാലം നിന്റെ വായ് തുറന്നാൽ അനുഗ്രഹമായി മാറും. നിന്റെ വായി എന്ന് പറയുന്ന വാക്ക് അനുഗ്രഹമായി മാറും. അത് ശാപമല്ല, അത് അനുഗ്രഹമായി. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? യേശു എനിക്ക് നല്ലവനെന്ന്, യേശു എനിക്ക് വല്ലവനെന്ന് ഇന്ന് രുചിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. മോശ പറയുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞവനാ. എത്ര പേർക്ക് പറയാൻ പറ്റും യേശുവിനെ ഞാൻ അടുത്തറിഞ്ഞവനാന്ന്? എത്ര പേര് ഈ അനുഭവം പറയുന്നുണ്ട്? യേശുവിനെ ഞാൻ അടുത്തറിയുന്നവനാണ്.
യേശുവിൻ്റെ സഹോദരനാന്ന് എത്ര പേര് പറയാൻ പറ്റുമോ? യേശുവിൻ്റെ കർത്താവെന്ന് എത്ര പേര് പറയാൻ പറ്റുമോ? എന്നെ വഴി നടത്തുന്ന എൻ്റെ കർത്താവാ. ഇന്ന് പകൽക്കാലം യേശുവാ നിന്റെ വഴി നടത്തുന്നെങ്കിൽ കൂരിരു താഴ്വരെ കൂടി നടന്നാൽ നിനക്കൊരു അനർത്ഥവും വരത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഇന്ന് പകൽ യേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ബൈബിൾ പറയുന്നെങ്കിൽ ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കും? ആമേ, ഞാൻ അവനെ അടുത്തറിഞ്ഞവനാ. ആമേ, പുത്രനെ ഞാൻ അടുത്തറിഞ്ഞവനാണ്. ഹല്ലേലൂയ. അടുത്തറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. മോശയെ ദൈവം തമ്പുരാൻ വിളിച്ചിറക്കുമ്പോൾ മോശ പറയുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞവനാ. എന്നിട്ട് പറയാ, നിന്റെ കൃപ. കർത്താവ് പിടികിട്ടിയോ? ദൈവത്തെ ആമി അടുത്തറിഞ്ഞവനാ പറയുന്നേ, നിന്റെ കൃപ എന്നോട് കൂടെ ഒന്നിരിക്കണം. ഹല്ലേലൂയ. നിന്റെ കൃപ എന്നോട് കൂടെ ഒന്നിരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് മോശ ദൈവത്തോട് പറയുന്ന വാക്കാ 13, ആകയാൽ എന്നോട് കരുണയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. അങ്ങയുടെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നേ? അടുത്തറിഞ്ഞുകൊണ്ട്. എന്നിട്ട് പറയാ, അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. 14, അതിന് യഹോവയായ ദൈവം, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ, കർത്താവ് നിന്റെ കൂടെ ഇരുന്നാൽ, കർത്താവ് നിങ്ങളുടെ കൂടെ ഇരുന്നാൽ ഫിലിപ്പോസിനെ ശമരിയ പട്ടണത്തിൽ അയക്കുമ്പോൾ കർത്താവ് അവനോട് കൂടെ ഇരുന്നുകൊണ്ട് ആ പട്ടണത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ വാതിക്കൽ അത്ഭുതം നടന്നത് പത്രോസിൻ്റെ കൂടെ യേശു കർത്താവായിരുന്നുകൊണ്ടാണ്. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ? ഇന്ന് പകലിൽ പറഞ്ഞു, അത്ഭുതങ്ങൾ ഭവനങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങും, നിങ്ങളുടെ തലമുറയ്ക്കകത്ത് വെളിപ്പെടാൻ തുടങ്ങും. ഇല്ലാത്തതിനെ സൃഷ്ടിക്കപ്പെടുക. ദൈവം ഒരുവനോട് കൂടെ ഇരിക്കാൻ തുടങ്ങിയ ഇന്ന് പകൽ എഴുതി, ദൈവം ഒരുവനോട് കൂടെ ഇരിക്കാൻ തുടങ്ങിയ നീ പട്ടണത്തിനകത്തൊരു അനുഗ്രഹമായി മാറും. എത്ര പേര് വിശ്വാസത്തോടെ പറയുന്നുണ്ട്, നിന്നെ ദേശത്ത് വാലല്ല തലയാക്കി തമ്പുരാൻ മാറ്റണമെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്നോട് കൂടെ ഇരിക്കണം. അല്ലെങ്കിൽ ദൈവം കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ നോക്കണം. അവൻ വല്ലപ്പോഴും വന്ന് ആരാധന കൂടുന്നവനല്ല. ആമയെ കേൾക്കുന്നവൻ്റെ എല്ലാം കുറ്റം പറഞ്ഞ് അപവാദം പറഞ്ഞ് നടക്കുന്നവനല്ല. ഒരുത്തൻ എഴുന്നേറ്റായി വാക്കുകൊണ്ട് സംസാരിക്കുന്നവനല്ല. ഹല്ലേലൂയ. അവൻ ഏറ്റവും താഴ്മയുള്ളവനാ. കാരണം എന്തുകൊണ്ട്? ക്രിസ്തുവിനെ ക്രൂശിൽ കുറയ്ക്കുവാൻ വേണ്ടി ബന്ധിക്കപ്പെട്ടവനായി അറക്കാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ നിന്നെങ്കിൽ, നിനക്കെതിരായി അപവാദം പറയുന്നവരുടെ മുന്നിൽ നീ വായി തുറക്കാതെ നിന്നാൽ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും. ഈ പകലിൽ പരിശുദ്ധാത്മാവിനകത്തൊരു ഞാൻ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിനക്കെതിരായി ചില വാക്കുകൾ കൊണ്ട് നിന്നെ തകർക്കുവാനും നിന്റെ കുടുംബത്തിനെതിരായി അപവാദങ്ങൾ പറന്നു പരത്തുമ്പോഴും നീ നിശബ്ദനായിട്ട് നിൽക്കാൻ റെഡിയാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി വായ്കളെ തുറക്കുവാൻ തുടങ്ങും. എത്ര പേര് ആമീൻ പറയാൻ റെഡിയാകുന്നുണ്ട്? നീ തകർന്നു പോകുമെന്ന്, നിന്റെ തലമുറകൾ തകർന്നു പോകുമെന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രഭാതത്തിൽ പറഞ്ഞ ഇയ്യോബിനെ കുറിച്ച് ഒത്തിരി പഴികൾ പറഞ്ഞു കാണാം. ഇയ്യോബിനെ കുറിച്ച് ഒത്തിരി പഴികൾ പറഞ്ഞു. ഇയ്യോബിന്റെ ഭവനത്തിനകത്ത് കഷ്ടത ആദ്യം ഉയർത്തിയവൻ ഇയ്യോബ്. അയ്യോ, എത്ര നല്ല ശ്രേഷ്ഠനായ മനുഷ്യൻ, ഇയ്യോബിനെ ദൈവം പ്രസാദിച്ച മനുഷ്യൻ, ഇയ്യോബിനെ പോലൊരു മനുഷ്യനില്ല എന്നെല്ലാം പറഞ്ഞ മനുഷ്യൻ ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് കഷ്ടതകൾ വരാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഇയ്യോബിന്റെ പിതാക്കന്മാർ ചെയ്ത അകൃത്യങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങി, അവരുടെ ഇയ്യോബിന്റെ നടത്തിപ്പിനെ കുറിച്ച് പറയാൻ തുടങ്ങി, ഇയ്യോബിന്റെ മക്കളെ കുറിച്ച് പറയാൻ തുടങ്ങി. എന്തെല്ലാം അപവാദങ്ങൾ ആ ഭവനത്തിന് നേരെ വന്ന് പറഞ്ഞപ്പോഴും ഒരുവൻ മാത്രം അപവാദം പറയാതിരുന്നു കൊണ്ടിരുന്നു. അവൻ സ്വർഗത്തിലെ ദൈവമാ. അതുകൊണ്ടാണ് ഹല്ലേലൂയ അവൻ പറയുന്നത്, ദൈവം തമ്പുരാൻ തന്നു, ദൈവം എടുത്ത് അവന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് ഇയ്യോബ് പറയുമ്പോൾ 52-ാം അധ്യായത്തിനകത്ത് ഇയ്യോബിനകത്ത് സകലതും ഇരട്ടിയായി കൊടുത്ത് ദൈവം തമ്പുരാൻ മാനിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം മരണം, നീ കഷ്ടത കുറച്ച് കാലമേ ഉള്ളൂ. ഈ കഷ്ടതയെ നിനക്ക് ജയിക്കുവാൻ പറ്റുമോ? ഇന്ന് കാണുന്ന നിന്ന കുറച്ച് കാലമേ നീ കേൾക്കേണ്ടി വരത്തുള്ളൂ. അതിനപ്പുറം ദൈവം നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കും. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്?
അതുകൊണ്ട് ഇന്ന് പകല് വിളിച്ചു പറഞ്ഞ കർത്താവേ, എന്നോടൊന്ന് കരുണ തോന്നണമെന്ന് എത്ര പേര് ഇന്ന് ഈ ഹോളിനകത്ത് വിളിച്ചു പറയുന്നുണ്ട്. കർത്താവേ, ഞങ്ങളോടൊന്ന് കരുണ തോന്നണമേ കർത്താവേ. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ദൈവം ഒരുവനോട് കൂടെ നിന്നാൽ അവൻ ഒരു അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും. അവനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തിനകത്ത് എടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. ആമേ, ഞാൻ 3 മണ്ഡലങ്ങൾക്കകത്തൂടെ വന്നു. ആമേ, 3 മണ്ഡലങ്ങൾക്കകത്തൂടെ കടന്നു പോയത്, ഒന്ന് യോസഫിനെ ഞാൻ കൊണ്ടുവന്നു, ദാവീദിനെ കൊണ്ടുവന്നു, ചന്ദ്രക്കിനെ, മേശക്കിനെ കൊണ്ടുവന്നു. ഇവരെല്ലാം മുൻതൂക്കം കൊടുത്തിരുന്നത്, ആമേ, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ദൈവത്തിനായിരുന്നു. അതുപോലെ മോശയെ കൊണ്ടുവന്ന് മോശ പറഞ്ഞു, ഞാൻ അടുത്തറിഞ്ഞവനോട് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ അടുത്തറിഞ്ഞവനുമായിട്ടാണ് എൻ്റെ കൂട്ടായ്മ. അടുത്തറിഞ്ഞവനെയാണ് ഇന്ന് വിശ്വസിക്കുന്നെങ്കിൽ അടുത്തറിഞ്ഞവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ 28-ാമത്തെ വാക്യത്തെ പറയാം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് ഏത് പ്രതിസന്ധിക്കകത്തു നിൽക്കുന്നു, ഏത് പ്രതികൂലത്തിനകത്തു നിൽക്കുന്നു, മനുഷ്യൻ സഹായിക്കത്തില്ലെന്ന് പറയുന്നു, ഇന്ന് പകൽ നിനക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരുവനെ ഉള്ളൂ. അവൻ്റെ അരികിൽ ഇന്ന് പകൽക്കാലം എത്തിച്ചേരണം. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി മനുഷ്യനിലേക്ക് ആശ്രയം വെക്കല്ല്. മനുഷ്യനോടല്ല ആശ്രയം വെക്കേണ്ടത്. ആശ്രയം വെക്കുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാ. ഇതുകൊണ്ട് യേശു പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാ. ഇന്ന് പകൽക്കാലം അവനുമായിട്ടൊരു കൂട്ടായ്മ ഇന്ന് പകൽ ഉണ്ടാകട്ടെ, അവനുമായിട്ടുള്ള ബന്ധത്തെ ഉണ്ടാകട്ടെ. മറ്റാരും നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ സഹായിക്കണമെന്നില്ല, ആരും നിന്നെ ഉയർത്തണമെന്ന് പറഞ്ഞാൽ ഉയർത്തണമെന്നില്ല. മനുഷ്യനെ കുറിച്ച് ഞാൻ ഇത്രയും നേരം വെച്ചു. നിന്റെ കൂടെ നടന്നവർ, നിന്റെ കൂടെ നടക്കുന്നവർ, നിന്റെ സഹോദരന്മാര് നിന്നെ കുറിച്ച് അപവാദം പറഞ്ഞാലും യേശു പറയും, എൻ്റെ അരികിൽ വരുവീ, ഞാൻ നിന്റെ മുറിവിനെ കിട്ടുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ നിങ്ങളുടെ കൂട്ടായ്മ നിൽക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. മനുഷ്യനെ നോക്കല്ല്, മനുഷ്യനെ നോക്കല്ല്. മനുഷ്യൻ ഏത് സമയവും നിന്നെ മോശമെന്ന് പറയാ. ഇന്ന് നിന്നെ ഉയർത്തിയവര് നാളെ നിനക്കെതിരായി സംസാരിക്കുന്നവരാ. ഇന്ന് നിന്നെ വാനോളം ഉയർത്തുന്നവരുണ്ട്. അവർ നാളെ നിന്നെ യേശുവിനെ ഓശാന പാടിയവർ തന്നെയാണ്. യേശുവിനെ കല്ലെറിയാൻ നിന്നെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തിൽ നിൽക്കുന്ന നീ അറിയണം, നിന്റെ കൂടെ നടക്കുന്നവർ നിന്നെ ചതിക്കാം, പക്ഷെ ചതിക്കാത്തത് വിശ്വസ്തനായ ഒരു നാമമുണ്ട്. അത് ദൈവത്തിന്റെ യേശുവിന്റെ നാമമാ. ആ നാമത്തെ ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ വഴിയും വാതിലും അവൻ തന്നെ ഒരുക്കി തരും. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? യേശുവിൽ ഒരുവൻ ആശ്രയം വെച്ച് മുന്നേറാൻ തുടങ്ങിയാൽ, യേശുവിന്റെ ഭാവം ഒരുവൻ അകത്തു വരാൻ തുടങ്ങിയാൽ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ കാരാഗ്രഹത്തിലായപ്പെട്ടു പോയാൽ അവിടെ യേശു പറഞ്ഞു, എൻ്റെ അരികിൽ വരുവീൻ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നവനാ. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തിനരികിൽ ചെന്നു, യോസഫ് ദൈവത്തിനരികിൽ ചെന്നു, ചന്ദ്രക്കും മേശക്കും ദൈവത്തിനരികിൽ ചെന്നു, മോശ ദൈവത്തിനരികിൽ ചെന്നു. അവനൊരു ആശ്വാസമായി മാറിയെങ്കിൽ ഇന്ന് പകൽ ഈ പരിശുദ്ധാത്മാവിനകത്തറിയണം, നിനക്ക് യേശു ഒരു ആശ്വാസമായി മാറുക. ആമേ, നീ കണ്ടിട്ടില്ലാത്ത വാതിലുകളെ ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കുന്നവൻ, അടയപ്പെട്ട വാതിലുകളുണ്ടോ അത് ഈ പകൽ വിശ്വസിക്ക്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നിന്റെ കറക്റ്റ് ആണെങ്കിൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഓ, വിശ്വാസത്തോടെ ഏറ്റെട്. ആമേ, എൻ്റെ കൂട്ടായ്മ ദൈവവുമായിട്ടാ, എൻ്റെ ബന്ധം. ഞാൻ അവനെ അടുത്തറിയുവാൻ ശ്രമിക്കുകയാ, ഞാൻ അവനോട് അടുത്തെടുക്കാൻ ചെല്ലുകയാ, ഞാൻ അവൻ അരികിലേക്ക് ചെല്ലുകയാ. എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന്. അതുകൊണ്ട് യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അരികിൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഏത് പ്രതികൂല സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും യേശു ആശ്വസിപ്പിക്കുമെന്ന്, യേശു ആശ്വസിപ്പിക്കുമെന്ന്, യേശു ആശ്വസിപ്പിക്കുമെന്ന്. രോഗം എത്ര വലിയതാണെങ്കിലും യേശു സൗഖ്യമാക്കുമെന്ന്, യേശു സൗഖ്യമാക്കുമെന്ന്. എത്ര വലിയ രോഗത്തിൻ്റെ അവസ്ഥയാണെങ്കിലും കർത്താവ് പ്രവർത്തിക്കുമെന്ന്. നിന്നയുടെ വക്കത്താണെങ്കിൽ ദൈവം ഒരു പുതുവഴി തുറക്കുമെന്ന്. ആമേ, ഇന്ന് പകൽക്കാലം വഴികളെല്ലാം അടയപ്പെട്ടാൽ കർത്താവ് എനിക്ക് വേണ്ടി തുറക്കുമെന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? വാതിലൊക്കെ അടഞ്ഞോട്ടെന്നേ കർത്താവ് പറഞ്ഞു.
പറഞ്ഞ് ആശ്വസിപ്പിക്കാമെന്ന. ഹല്ലേലൂയ. നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചില വാതിലുകളെ ദൈവം തുറക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം കാനാവിലെ കല്യാണത്തിന് ചെല്ലുമ്പോ ഹല്ലേലൂയ അവന്റെ യേശുവിന്റെ അമ്മയായ മറിയ വന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ വീഞ്ഞ് തീർന്നുപോയി. എന്നിട്ട് മറിയ പറയുന്നൊരു വാക്കുണ്ട് അവിടെ, ഇവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം കേട്ടോ. മറിയ പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ യേശുവിന് അരികിൽ നീ ചെല്ലാൻ റെഡിയാണെങ്കിൽ ഇന്ന് നീ കാനാവിലെ കല്യാണത്തെ ഭവനത്തെ നിന്നയിലേക്ക് വിടാതിരുന്നത് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, നീ നിന്ദിക്കപ്പെട്ടു പോവാൻ അനുവദിക്കാതെ നിനക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കുമെന്ന് ആത്മാവിൽ ഒരു ദൂത് പോലെ വിളിച്ചു പറയുക. നീ കണ്ടിട്ടില്ലാത്ത ചില മേഖലകൾക്കകത്തൂടെ ചില വാതിലുകളെ തുറക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ ചില വാതിലുകളെ ദൈവം തമ്പുരാൻ തുറന്നുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ദിവസങ്ങളിലെല്ലാം വരുമ്പോ, ഈ 7 ദിവസങ്ങൾ മുന്നോട്ട് വരുമ്പോ 7 ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുക. മാർച്ച് മാസം 27 വരെ വരുന്ന എല്ലാ ആഴ്ചകളിലും ദൈവം ചില പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ദൈവത്തിന്റെ ശക്തിയേറിയ മഹത്വം, ദൈവത്തിന്റെ പ്രവൃത്തിയും ആത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാ. ചില ചലനങ്ങൾ നടക്കാം. ഈ ദിവസങ്ങളിൽ ചില ചലനങ്ങൾ നടക്കാൻ പോകുക. യേശുവുമായിട്ടൊരു കൂട്ടായ്മ തുടങ്ങിയ, യേശുവിനെ അടുത്തറിയാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർ എന്റെ അരികിൽ വരികയെ ഞാൻ അവരെ ആശ്വസിപ്പിക്കുന്നതാ. അതിനൊരു പേരുടെ പറഞ്ഞാൽ ഞാൻ അവരെ വിടുവിക്കുന്ന ദൈവമാണ്. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ വിശ്വസിക്കുന്നുവോ? ദൈവപ്രവൃത്തിയുടെ സമയം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയം വെളിപ്പെടുന്നതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നു, കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എത്ര പേര് ആമേൻ പറയുന്നു? കർത്താവ് ആത്മാവ്. എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവാണ്. എന്നിട്ട് പറയാ, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഈ ആത്മാവ് നിന്നോട് കൂടെ വസിക്കാൻ തുടങ്ങിയാൽ നീ സ്വതന്ത്രനായി മാറും. ആത്മാവ് നിനക്ക് വഴികളെ തുറന്നു കൊടുക്കും. ഹല്ലേലൂയ. ആത്മാവ് നിന്റെ മണ്ഡലങ്ങളെ മാറ്റുവാൻ പോവുക. ആത്മാവ് നിന്റെ ചരിത്രങ്ങളെ മാറ്റുവാൻ പോവുക. ആത്മാവ് നീ ഇന്ന് വരെ അനുഭവിച്ചതിനകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുത്ത്? ആത്മാവിൻ്റെ പ്രത്യേകത സ്വാതന്ത്ര്യത്തെ കൊണ്ടുവരുന്നതാ. ആത്മാവിൻ്റെ പ്രത്യേകത പുതുവഴികളെ തുറക്കുന്നതാ. ആത്മാവിൻ്റെ പ്രത്യേകത ഒരു മനുഷ്യൻ്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്ത, മനുഷ്യൻ്റെ മനസ്സ് നിരൂപിക്കാത്തതിനെ പ്രവർത്തിക്കുന്നത് ആത്മാവിന്റെ പ്രവൃത്തി. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാ. ദൈവത്തിന്റെ ആത്മാവ് ഒരുവനോട് കൂടെ ഇരിക്കാൻ തുടങ്ങിയ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങിയാൽ അവനെ ദൈവ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അവൻ നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്ന. അതിന്റെ 18-ാമത്തെ വാക്യം പറയുകയാണ്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി, നാം എല്ലാവരും, നമ്മൾ ആരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞു? കർത്താവിന്റെ അടുത്ത് ചെന്നു. ഇവിടെ പറയുക, നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ, ആത്മാവ് നടത്തിപ്പാരിൽ വന്നു. ഞാൻ കൊണ്ടിരുന്ന അവിടെയാ. മോശയോട് പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. പിടികിട്ടിയോ? ഇവിടെ പറയുന്ന ആത്മാവുള്ളിടത്ത് എന്തുണ്ട്? രണ്ടര നിങ്ങൾ പിടികിട്ടോ? മോശയോട് പറയുക, ഞാൻ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കും. ഇവിടെ പുതിയ നിയമത്തിൽ വന്നവൻ പറഞ്ഞു, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് പറയുക, കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക. അതേ തേജസ്, യേശു ചെയ്ത അതേ പ്രവൃത്തി, യേശുവിന്റെ അതേ ഭാവം, യേശു എന്തായിരുന്നോ അതായി നമ്മൾ മാറുക.
കർത്താവിൻ്റെ മേൽ പകരപ്പെട്ട അതേ തേജസ്. അപ്പൊ ആരുടെ നടത്തിപ്പിലേക്ക് വന്നു കഴിഞ്ഞു? കർത്താവിൻ്റെ മേൽ പകരപ്പെട്ട അതേ ആത്മാവിൽ ആരെ എന്നെ നടത്തുന്നു. ഈ ആത്മാവുള്ളടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് നിങ്ങളുടെ അകത്തറിയണം, എവിടെ സ്വാതന്ത്ര്യം ഇല്ലാതെ നിൽക്കുന്നോ അവിടെ സ്വാതന്ത്ര്യം വരും. എവിടെ പ്രവൃത്തി ഇല്ലാതെ വരുന്നോ അവിടെ പ്രവൃത്തി വെളിപ്പെടും. എവിടെ ഈ ആത്മാവിൻ്റെ പ്രത്യേകത, ഈ ആത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ പ്രതികൂലമായ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. പിടികിട്ടുന്നോ? ആത്മാവിൻ്റെ നിറവ് നിങ്ങളുടെ അകത്ത്, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നിങ്ങളുടെ അകത്ത് വന്നാൽ ഏത് പിശാചിനെ, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പാമ്പിനെ തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഒരു ദോഷവും നിങ്ങൾക്ക് സംഭവിക്കത്തില്ല. അപ്പോൾ ഓർത്തു നോക്കി, ഈ ആത്മാവ് വരുമ്പോൾ പിശാച് എത്ര വലിയ ബന്ധനങ്ങളിട്ടാലും പിശാചിൻ്റെ ലക്ഷ്യം അറക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനുമാണെങ്കിൽ യേശു പറഞ്ഞു, ഞാൻ സമൃദ്ധിയായി ജീവനെ തരുവാനാ. ഈ ജീവൻ ആരുടെ മേൽ വന്നു കഴിഞ്ഞു? നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു. പിശാച് കെട്ടിയത് കെട്ടിനി ഉണ്ടെന്ന് പറയല്ലേ, ആ കെട്ടിനെ സ്വർഗത്തിൽ ദൈവം അഴിച്ചു മാറ്റി. പ്രതിസന്ധി ഉണ്ടെന്ന് പറയരുത്, ഈ രോഗമുണ്ടെന്ന് പറയരുത്, ഈ കടഭാരം ഉണ്ടെന്ന് പറയരുത്. ഈ പ്രതിസന്ധിയെ ജയിക്കുവാനുള്ള കൃപ ദൈവം നിന്റെ മേൽ തരികയാണ്. യേശുവിന് അരികിൽ വന്നു അന്ധനായ മനുഷ്യൻ. ദാവീദ് പുത്ര, എന്നോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞു. കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ പറഞ്ഞു, എനിക്ക് കണ്ണിന് കാഴ്ചയില്ല. യേശു അവനെ വിളിച്ചു, അവൻ കണ്ണുകളിൽ തൊട്ടു. അവന് കണ്ണിന് കാഴ്ച കിട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം പറയും, ഞാൻ അന്ധനാന്ന് അവൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവൻ എന്ത് ചെയ്ത് കഴിഞ്ഞു? ദൈവം വിടുതൽ കൊടുത്തെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ നീ ഈ പ്രശ്നത്തെ ഇന്ന് പകലിൽ ജയമാക്കി മാറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. ആമീൻ. ദൈവത്തിന്റെ ആത്മാവ് എന്നെ നടത്തുവാൻ തുടങ്ങുമ്പോൾ, ദൈവശക്തി എൻ്റെ മേൽ പകരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വിഷയത്തിന്റെ മുകളിൽ എനിക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുവാൻ പറ്റും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്ന വാക്കിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ആമീൻ. നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്മേ തേജസ് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ആരെ പോലെ ആയി കഴിഞ്ഞു? നിങ്ങൾ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ പറ്റാത്തത്. നിങ്ങൾ ആരിൽ വസിക്കണം? ഈ ആത്മാവിൽ വസിക്കണം. ഈ ആത്മാവിൽ വസിക്കണം. യേശുവിനെ ക്രൂശിൽ തറയ്ക്കപ്പെടുമ്പോൾ, യേശു കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ യേശു പറയുന്നു, ആരെയും പഴിക്കാതെ യേശു പറഞ്ഞു, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞവൻ്റെ തന്നെ ഭാവം ഈ തേജസ്സിന്മേൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ കൊണ്ടുവന്നതിൻ്റെ കാരണം അനുഗ്രഹത്തിലേക്ക് പോകണമെന്ന് വരില്ല, അനുഗ്രഹത്തിലേക്ക് മാറണമെന്ന് വരിക, അനുഗ്രഹത്തിലേക്ക് ഉയരണമെന്ന് വരികിൽ നാവിനെ സൂക്ഷിച്ച് ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്നവരാകണം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട്, നോക്കിക്കോണേ, അവർ പുറപ്പെട്ടു. ആര് കൂടെ ഇരിക്കുക? നിങ്ങളെൻ്റെ കൂടെ ഇല്ലേ? കർത്താവിന്റെ മകൾ പകരപ്പെട്ട അതേ ആത്മാവ് ഇവരുടെ മേൽ പകരപ്പെട്ടിട്ട് പറയുക, അവർ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങൾ. ആര് കൂടെ നിന്നു? കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. യോസഫിന്റെ കൂടെ ആരുണ്ടെന്ന് പറഞ്ഞു? ദൈവമുണ്ടായിരുന്നു. ചന്ദ്രക്കും ബേശക്കിന്റെ കൂടെ ആരുണ്ടായിരുന്നു പറഞ്ഞു? ദൈവമുണ്ടായിരുന്നു. ദാവീദിന്റെ കൂടെ ആരുണ്ടായിരുന്നു പറഞ്ഞു? ദൈവമുണ്ടായിരുന്നു. മോശയുടെ കൂടെ ആരുണ്ടായിരുന്നു പറഞ്ഞു? ദൈവമുണ്ടായിരുന്നു. ഇവിടെ പറയുന്നു, എല്ലായിടത്തും പറഞ്ഞു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു. കണ്ടോ? കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിച്ചു. ഇന്ന് പകല് നിങ്ങളുടെ അകത്തറിയണം, നിങ്ങളുടെ കൂടെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടും.
എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഇന്ന് പകൽ കർത്താവിനെ അടുത്തറിയേണ്ട പോലെ അടുത്തറിയും. മഹത്വം കർത്താവിന് കൊടുത്തുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നടക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചു, ആമി കർത്താവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. കർത്താവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇന്ന് എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കും? കർത്താവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ആമി ദൈവം നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നെങ്കിൽ ഒരടയാളം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാമത്തെ വാക്യം. നസ്രാനാം യേശുവിനെ കൊണ്ടുവരുക. നിങ്ങളിലേക്ക് വരാൻ പോവാ. നസ്രാനാം യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഇവിടെ നിങ്ങളുടെ അകത്തൊന്ന് അറിഞ്ഞ് നിങ്ങൾ ആരെ നല്ലവണ്ണം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു? ദൈവത്തെ അറിഞ്ഞു. ആരിലേക്ക് നിങ്ങൾ ആശ്രയം വെച്ചു? ദൈവത്തിലേക്ക് ആശ്രയം വെച്ചു. മനുഷ്യരിലേക്കെല്ലാം വിട്ടു. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വെച്ച് ദൈവത്തിന് ആരാധന കൊടുത്ത് ദൈവവാക്യം വിശ്വസിച്ച് നിൽക്കുന്ന ആളെ നോക്കണം. ഇവിടെ പറയുന്നു ദൈവത്തിന്റെ ഹിതപ്രകാരം യേശു കർത്താവ് ചെയ്ത കാര്യം ഇവിടെ പറയുന്നത്. നസ്രാനാം യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ദൈവത്തിന്റെ ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പൊ ഇതേ അഭിഷേകം ആരുടെ മേലുണ്ട്? നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ എന്തെങ്കിലും ഇച്ഛിപ്പീൻ. പിടികിട്ടുന്നോ? ആരിൽ വസിക്കണം? ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും യാചിപ്പീരോ നിങ്ങൾ ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ പറയുന്നു നസ്രാനാം യേശു ആരിൽ വസിച്ചുകൊണ്ടാണ് ചെയ്തേ? ദൈവത്തിൽ വസിച്ചുകൊണ്ട് ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. എന്നിട്ട് പറയാ ദൈവം കണ്ടോ. യോസഫിന്റെ പറഞ്ഞപ്പോൾ വാക്ക് പറഞ്ഞു, യോസഫിന്റെ കൂടെ ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. ദാവീദിന്റെ കൂടെ ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. ചന്ദ്രക്കിനും മേശക്കിൻ്റെയും കൂടെ ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. മോശയുടെ കൂടെ അവൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്നു യേശുവിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. ഇവിടെ പറയുന്നു ദൈവം അവനോടുകൂടെ യേശുവിനോടുകൂടെ ഇരുന്നതുകൊണ്ട്. കണ്ടോ, നിങ്ങളുടെ കൂടെ ആത്മാവിരിക്കുന്നു എന്ന് വരികിൽ ഏറ്റവും കണ്ടൻ്റെ ഭാഗത്ത് ഞാൻ നിൽക്കുന്നേ. അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ളതല്ല, വഴി തുറന്നു എന്നുള്ളതല്ല. തുറക്കണമെങ്കിൽ ദൈവം കൂടെ വസിക്കണം. യേശുവിൻ്റെ കൂടെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ ഇവിടെ പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞു, യേശു സ്നാനപ്പെട്ടവർ പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അടുത്ത മത്തായിയുടെ സുവിശേഷത്തെ ബന്ധം പറഞ്ഞു ഇവനെ ചെവി കൊടുപ്പീൻ. ഇവിടെ പറയുന്നു ഇവിടെ പറയുന്ന വാക്കിനകത്ത് അഭിഷേകം ദൈവം യേശുവിനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തു പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കി. അപ്പം ആര് കൂടെ വസിക്കണം? ദൈവം കൂടെ വസിക്കുന്നവർ അനുഗ്രഹമാണ്. ദൈവം കൂടെ വസിക്കുന്നവർ അസാധ്യങ്ങളെ സാധ്യമാക്കും. ദൈവം കൂടെ വസിക്കുന്നവൻ്റെ പേരിനെ ദൈവം ഉയർത്തും. ദൈവം കൂടെ വസിക്കുമ്പോൾ അവൻ മുക്കുവനാണെന്നുള്ളൊരു വിഷയമല്ല. ഹല്ലേലൂയ. അവൻ പത്രോസ് അവൻ മുക്കുവനാണെന്നുള്ള വിഷയമല്ല. ഇന്ന് ദൈവം കൂടെ ഒരുവൻ്റെ കൂടെ വസിക്കാൻ റെഡിയാണെങ്കിൽ അവൻ ആള് മാറിയവനെ പോലായി മാറും. ഇന്ന് പകലെ ആത്മാവിനകത്ത് പറയും, ഇവിടെ പറയുന്നു അമ്മി ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കാൻ സന്ദർശിച്ചമായ വിവരങ്ങൾ നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവം യേശുവിനോടുകൂടെ വസിച്ചതുപോലെ തന്നെ ഇന്ന് പകലിൽ അറിയാം നിങ്ങളോട് കൂടെ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ വസിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അതിനെ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നാവ് കൊണ്ട് നീ പാപം ചെയ്യാതിരിക്കുക. അതുകൊണ്ടാണ് യെരമ്യാവിന്റെ പുസ്തകം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞത്, ഹല്ലേലൂയ, നിന്റെ കൂട്ടുകാരനെതിരായി അപവാദം പറഞ്ഞിട്ട് അവനെ തകർക്കാൻ നീ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തമ്പുരാൻ നിന്നെ തകർത്തു കളയും. ഇന്ന് പകൽക്കാലം പത്രോസ് പറഞ്ഞു, അനുഗ്രഹം അനുഭവിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകിയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം കൊടുക്കാതെ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ സഭ ഏറ്റെടുക്കണം. അനുഗ്രഹത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ, ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കണമെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചില
നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ അത് നിരപ്പ് പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. ഒരുവനെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ട് ഒരുവന്റെ തലമുറയ്ക്കെതിരായി വാദിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് മാനസാന്തരമുണ്ടായി നിരപ്പ് പ്രാപിച്ചില്ലെങ്കിൽ, ഇന്ന് ആമേൻ ആമേൻ നീ പറഞ്ഞത് മുഴുവൻ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാതിരിക്കണമെന്ന് വരികിൽ, ഇന്ന് പകലിൽ ആമേൻ ജീവിതത്തിനകത്ത് ഒരു രൂപാന്തരം എടുത്തിയേ മതിയാകത്തുള്ളൂ. ദൈവം ഒരുവനോട് കൂടെ വസിക്കാൻ തുടങ്ങിയാൽ അവൻ ഒരു അനുഗ്രഹമായി മാറും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർ കഴിഞ്ഞ കർത്താവിനെ എല്ലാ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടച്ചേ. ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവെ, അങ്ങനോട് കൂടെ വസിപ്പാൻ, അങ്ങനോടൊന്ന് കൂടെ വസിക്കുവാൻ, അങ്ങനോട് കൂടെ ഒന്നിക്കുവാൻ കർത്താവെ നീ എന്നെ ഉപയോഗിക്കണമെന്ന്, കർത്താവ് അങ്ങ് ഉപയോഗിക്കണമെന്ന്, കർത്താവെ ഉപയോഗിക്കണമെന്ന്. യേശുവിന്റെ നാവ് ചലിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ നാവ് ചലിക്കുവാൻ കർത്താവെ ഞങ്ങൾ ആമേൻ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾ നിഗളിച്ചു പോകാം, ഞങ്ങളുടെ സൗന്ദര്യത്തിൽ ഞങ്ങൾ നിഗളിച്ചു പോകാം, ഞങ്ങളുടെ ആരോഗ്യത്തിൽ ഞങ്ങൾ നിഗളിച്ചു പോകാം. ഞങ്ങൾ എന്തിനകത്തെങ്കിലും ഈ വാ കൊണ്ട് ഞങ്ങൾ നാവ് കൊണ്ട് ഞങ്ങൾ പാപം ചെയ്തെങ്കിൽ ഇന്ന് പകൽക്കാല കർത്താവേ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ സഭയായി പ്രാർത്ഥിച്ച്, യേശുവിന്റെ നാമത്തിൽ ഒരു അനുഗ്രഹത്തിന് വാതിൽ അടയപ്പെടാതിരിപ്പാൻ, അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെടുവാൻ, അനുഗ്രഹത്തിന് കർത്താവേ മോശയോട് കൂടെ ഇരുന്ന പോലെ, യോസഫിനോട് കൂടെ ഇരുന്ന പോലെ, ചന്ദ്രക്കും മേശു അബേദോഹോവിനോട് കൂടെ ഇരുന്നത് പോലെ കർത്താവേ ഇന്ന് വിളിച്ചു പ്രാർത്ഥിച്ചേ. ദാവീദിനോട് കൂടെ ഇരുന്ന പോലെ, നസ്രനാമ യേശുവിന്റെ കൂടെ ഇരുന്ന പോലെ കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കണമെന്ന്, ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് കർത്താവെ, കൂടെ ഇരിക്കണമെന്ന്. ഇന്ന് ഞങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ടപ്പാ, ഞങ്ങൾ പ്രയാസപ്പെടുന്ന വിഷയങ്ങളുണ്ട് കർത്താവേ. രോഗത്തിന്റെ അവസ്ഥയുണ്ട് കർത്താവേ, കടമാരത്തിന്റെ അവസ്ഥയുണ്ട് കർത്താവേ, വിവാഹത്തിന്റെ വിഷയങ്ങളുണ്ട് കർത്താവേ, ഭവനമില്ലാത്ത വിഷയങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട് കർത്താവേ, ഞങ്ങൾ മുന്നോട്ട് ചലിക്കാൻ മേലാത്ത ജോലിയുടെ അവസ്ഥകളുണ്ട് കർത്താവേ. വഴി തുറക്കണമേ എന്ന് കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ വസിച്ചിട്ട്, കർത്താവേ നീ ഞങ്ങളുടെ കൂടെ വസിച്ചിട്ട് ഞങ്ങൾക്കൊരു പുതുവഴിയെ തുറക്കണമെന്ന് ഓരോരുത്തരും ദൈവസന്നിധി പ്രാർത്ഥിച്ചേ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. സകല നാമത്തെക്കാൾ മേലായത് യേശുവിന്റെ നാമമാണെങ്കിൽ ആ നാമത്തെങ്കിൽ കർത്താവേ ഇന്ന് പകൽ ഞങ്ങൾ ഒരു അത്ഭുതത്തെ കാണുകയാ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ സഭയിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേൽ, ഓരോ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവമേ പ്രവർത്തിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവർ പ്രയാസപ്പെടുന്ന വിഷയങ്ങളുണ്ടല്ലോ കർത്താവേ, അവർ പ്രയാസപ്പെടുന്ന വിഷയങ്ങളുണ്ടല്ലോ, അവർക്ക് കടഭാരം ഒരു വിഷയമായി നിപ്പുണ്ടല്ലോ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗം അവർക്കൊരു വിഷയമായി നിപ്പുണ്ടല്ലോ കർത്താവേ, കുഞ്ഞുങ്ങളുടെ ഭാവിയെ കുറിച്ച് അവർ ഭാരപ്പെടുന്നുണ്ടല്ലോ കർത്താവേ, കുഞ്ഞുങ്ങൾ എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവേ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ഭവനമില്ലാത്തവരുണ്ടല്ലോ കർത്താവേ, ഒരു ജീവിതത്തെ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. യേശുവേ എന്ന് വിളിച്ച് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. അവരുടെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ഇറങ്ങണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവരുടെ കൂടെ വസിച്ച് പുതുവഴികളെ തുറന്നു കൊടുത്ത് അവരോട് കൃപ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരോട് കൃപ തോന്നണമേ കർത്താവേ. ഇവരൊരു അനുഗ്രഹമായി മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ആമേ സഭയ്ക്കായി അടിയാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരണമേ കർത്താവേ. ഓരോരുത്തരുടെ മേൽ പുതപ്പ് പോലെ അഭിഷേകം വീഴണമേ കർത്താവേ. ആമേ പിതാവേ, അങ്ങ് യേശുവിനെ അഭിഷേകത്താൽ നിറച്ചതുപോലെ ഈ ജനത്തെ അഭിഷേകത്താൽ നിറയ്ക്കണമേ കർത്താവേ. മോശയോട് കൂടെ ഇരുന്ന ദൈവമേ, അവർ ആമേ മോശയ്ക്ക് വേണ്ടി ചെങ്കടൽ വിഭാഗിച്ചു കൊടുത്ത ദൈവമേ, ഞങ്ങളുടെ മുൻപിലുള്ള ചെങ്കടലിനെ വിഭാഗിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി മന്നെ പൊഴിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ഏലിയാവ് യാഗപീഠത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗ്ഗത്തിൽ തീ ഇറങ്ങിയ പോലെ ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ യാഗത്തിന്റെ മുന്നിൽ അങ്ങയുടെ തീ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പത്രോസിന് വേണ്ടി കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നു കൊടുത്ത പോലെ ഞങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറന്നു വരണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ സഭയ്ക്കകത്തിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന് കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ആവേ കർത്താവ് കൂടെ വസിക്കുന്നവൻ ഒരു അനുഗ്രഹമാണെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുക്കുക. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളുടെ കൂടെ വസിക്കുന്നവർ യേശുവിന്റെ കൂടെ വസിച്ചതുപോലെ ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ഒരു കർത്താവ് ഉള്ളതിനാ ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, ഈ ജനം പുതുവഴികൾ കാണട്ടെ, ഈ ജനം അത്ഭുതമായി മാറട്ടെ. ഇവർക്ക് വേണ്ടി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇവർക്ക് വേണ്ടി അത്ഭുതവാതിലുകളെ ഈ ദിവസങ്ങളിൽ ദൈവം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, കരം നീട്ടി മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ.
കർത്താവേ, ജനം ഒരു അനുഗ്രഹമായി മാറണമേ. കർത്താവേ, ജനം ഒരു അനുഗ്രഹമായി മാറണമേ. സർവമഹത്വവും ഞാൻ അങ്ങയ്ക്ക് നൽകുക. അതേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.